കുട്ടികളുടെ ഇടയിൽ കലാപരമായ വല്ല കോമ്പറ്റീഷനും നടത്താറുണ്ടോ സാർ? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ സൂചിപ്പിച്ച മാതിരി എല്ലാ ആഴ്ചയിലും അവർക്കൊരു ക്വിസ് മത്സരമോ ഡിബേറ്റോ ഉണ്ടായിരിക്കും. അത് നേരത്തെ പറഞ്ഞ മാതിരി അവരുടെ അറിവുകൾ വർദ്ധിക്കും. അതുപോലെ തന്നെ ഓരോ ക്ലബ് മെമ്പേഴ്സിൻ്റെയും ഇടയിൽ അല്ലെങ്കിൽ ഗ്രൂപ്പുകളുടെ ഇടയിൽ അവർക്ക് ലൈക്ക് എന്തെങ്കിലും കലാവാസനയുണ്ടെങ്കിൽ തന്നെ, ഫോർ എക്സാമ്പിൾ ഞങ്ങളതിൽ ബെസ്റ്റ് ഡാൻസറെയും ബെസ്റ്റ് സിംഗറെയും ബെസ്റ്റ് അത്ലറ്റിനെയും ബെസ്റ്റ് സൈക്ലിസ്റ്റിനെയും ബെസ്റ്റ് ചെസ് ചാമ്പ്യനെയും കണ്ടെത്താൻ നമ്മൾ ഇടയ്ക്കിടെ മത്സരങ്ങൾ നടത്തും. അപ്പോൾ അതിൽ താല്പര്യമുള്ള കുട്ടികൾ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾക്ക് ആ മേഖലയിൽ മത്സരിക്കുകയും സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും നേടുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിൻ്റെ 10 മാസത്തിന് ശേഷമുള്ള കാര്യങ്ങൾ വരുന്നത് കോമ്പറ്റീഷൻസ് ആണ്. ജില്ലാതല മത്സരങ്ങൾ, യൂണിറ്റ് തല മത്സരങ്ങൾ, സംസ്ഥാനതല മത്സരങ്ങൾ. സംസ്ഥാനതല മത്സരത്തിലേക്ക് ഏറ്റവും മികച്ച കുട്ടീനെ കണ്ടെത്തുമ്പോൾ അവർക്ക് കിട്ടുന്നത് ലക്ഷങ്ങളുടെ സമ്മാനങ്ങളാണ് കിട്ടുന്നത്. അപ്പോൾ ഈ കോമ്പറ്റീഷൻ മത്സരം തീർച്ചയായിട്ടും ജീവിതത്തിൽ ഗോൾസ് സെറ്റ് ചെയ്യാൻ കുഞ്ഞുങ്ങളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മത്സരങ്ങളില്ലാതെ ഒന്നുമില്ല. ഈവൻ ഞാൻ പറയുന്നത്, നമ്മൾ എല്ലാവരോടും പറയുന്നത്, നിങ്ങൾ നിങ്ങളോട് തന്നെ മത്സരിച്ചു കൊണ്ടിരിക്കുക. നിങ്ങളുടെ ഇന്നലത്തെ കഴിവിനേക്കാളും കൂടുതലാവണം ഇന്നത്തെ കഴിവ്. നിങ്ങൾ ഏത് മേഖലയിലായിക്കോട്ടെ, വീഡിയോഗ്രാഫിയിലായിക്കോട്ടെ, ഫോട്ടോഗ്രാഫിയിലായിക്കോട്ടെ, ബിസിനസ്സിലായിക്കോട്ടെ, ജോലിയിലായിക്കോട്ടെ, ജോലികൾ തന്നെ വിവിധ തരമുണ്ടല്ലോ. ആ ജോലിയിൽ നിങ്ങൾ എന്തായിരുന്നു ഇന്നലെ, അതിനു പകരം നാളേക്ക് ഞാൻ ഇന്നതാകുമെന്നുള്ള ശ്രമം നടത്തി കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ അടുത്ത 6 മാസം കൊണ്ട് വലിയൊരു മാറ്റം വരുത്താൻ സാധിക്കും. അതെ, ഡേ ടു ഡേ പ്രോഗ്രസ് കൊണ്ടുവരാൻ സാധിക്കും. അതുമാത്രമല്ല, നിങ്ങളെ കണ്ടുപഠിക്കുന്നത് നിങ്ങളുടെ കൊച്ചുമക്കളാണ്, നിങ്ങളുടെ കുഞ്ഞുമക്കളാണ്. അടുത്ത തലമുറ നിങ്ങളെ കണ്ടിട്ടാണ് പഠിക്കുന്നത്. വളരെ എനർജറ്റിക് ആയിട്ടുള്ള നിങ്ങളെ അനുകരിക്കാൻ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ നിങ്ങളുടെ പിന്നാലെ വരും.